ഒരു 9 മണി കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് ഉണ്ടാകത്തില്ല. ഇന്നും അതേപോലെ സൺഡേ ആയതുകൊണ്ട് ഞാനൊരു 10-11 മണി കഴിഞ്ഞപ്പോഴാണ് എണീറ്റ്. അതുകൊണ്ട് തന്നെ ഫുഡ് കിട്ടിയില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ചാക്കി ഒരു ബ്രഞ്ച് കഴിക്കാൻ പോകാൻ റെഡിയാവുന്ന വേളയാണ് നിങ്ങൾ ഈ കാണുന്നത്. കിടക്കപ്പായെന്ന് എണീറ്റ് പല്ലും തേച്ച് മുഖം കഴുകി ഡ്രസ്സും മാറി ലിപ്സ്റ്റിക്കും ഇട്ട് തലമുടി പൊക്കിക്കെട്ടി ഒരു സൈഡ് ബാഗും ഇട്ട് റെഡി ആയിട്ട് ഞാൻ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക. ഞാനിങ്ങനെ നടന്ന് പോകുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റയ്ക്കാന്ന്. പക്ഷേ അല്ല, എൻ്റെ കൂടെ ചിന്നു ചേച്ചിയും കൂടെ ഉണ്ട്. അപ്പൊ ബ്രഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ പോകുന്നത് പാവങ്ങളുടെ 5 സ്റ്റാർ ഹോട്ടൽ ആയിട്ടുള്ള സമൃദ്ധിയിലോട്ടാണ്. അങ്ങനെ നമ്മൾ എവിടെ എത്തിയേച്ചി? സമൃദ്ധിയിലെത്തി. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒട്ടും ആൾക്കാരും ബഹളവും ഇല്ലാത്തതുപോലെ ഒരു തോന്നല്. പിന്നെ ഞങ്ങൾ അവിടെ പോയി നിന്നിട്ട് എന്ത് പാമ്പമാണ് ഇന്ന് കഴിക്കാൻ പോകുന്നതെന്നൊക്കെ തീരുമാനിച്ചിട്ട് ചേച്ചി ലേഡീസ് കൗണ്ടറിൽ പോയി നിന്നിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പൈസയൊക്കെ അടച്ച് ഫുഡ് മേടിക്കാനായിട്ട് റെഡി ആയി നിൽക്കുമായിരുന്നു. ഞാൻ ചിക്കൻ ഫ്രൈ മീൽസും ചേച്ചി ചിക്കൻ കറി മീൽസും ആണ് കഴിക്കുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ലായിരുന്നു. അപ്പൊ ചേച്ചി എന്നെ വിളിച്ചോണ്ട് പോയിട്ട് ആദ്യം നമുക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാൻ പോവാം. ചേച്ചി ചായ മേടിച്ചോണ്ടിരുന്ന സമയത്ത് ചേച്ചിന്റെ ഇപ്പുറത്തെ സ്നാക്സിന്റെ ഡപ്പ ചേച്ചി സ്നാക്സിന്റെ ഡപ്പ ചായ ഒക്കെ മേടിച്ചോണ്ട് വന്ന് ചായ ഒക്കെ കുടിച്ചോണ്ടിരുന്നപ്പോ മോഹൻലാലിന്റെ പാട്ട്. ചായ കുടിച്ചു കഴിഞ്ഞാൽ ചേച്ചി ചോറ് മേടിക്കാൻ പോയപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എറണാകുളത്തുള്ള ഫുൾ ആൾക്കാർ സമൃദ്ധിയിലുണ്ടോന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ചേച്ചി പോയി നമ്മൾ രണ്ടുപേരുടെയും ചോറ് എടുത്തിട്ട് വന്നു. ഹോസ്റ്റലിലായതുകൊണ്ട് നല്ല ഫുഡൊക്കെ കഴിച്ച കാലം മറന്നു. ചോറൊക്കെ കഴിക്കുമ്പോൾ എന്താ ഒരു സുഖം എന്നറിയോ? ഇനി നമുക്ക് ചോറിന്റെ കൂടെ എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം. ചിക്കൻ ഫ്രൈ ഉണ്ട്, അതേപോലെ തന്നെ അച്ചാറുണ്ട്, തോരനുണ്ട്, പിന്നെ സാമ്പാറിന്റെ കുറെ കഷ്ണങ്ങളുണ്ട്, ചോറുണ്ട്, പപ്പടമുണ്ട്. എന്ത് നല്ല മുരിഞ്ഞ ചിക്കൻ ഫ്രൈ അല്ലേ? ഈ ചിക്കൻ ഫ്രൈക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് ഏറ്റവും ലാസ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ആ പിച്ചിപ്പറിച്ച ചിക്കൻ ഫ്രൈ നല്ല സാമ്പാറിന്റെയും ചോറിനും കൂടെ ഇളക്കി കുറച്ച് തോരനും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചാൽ എന്ത് സുഖമായിരിക്കും എന്നറിയോ? ഇപ്പൊ ഈ ഞെട്ടിത്തരിച്ച ചേച്ചി ഇരിക്കുന്നതിന് കാരണം എന്താണെന്നറിയോ? മെന്റലിസ്റ്റ് അനന്തുവിന്റെ പ്രോഗ്രാമിന്റെ സീറ്റിങ്ങിന്റെ പ്രൈസ് കണ്ടില്ല. എത്ര ചേച്ചി? ബാക്കിലോ? 11,000. ഫ്രണ്ട് റോയ്ക്ക് 2,500 ബാക്ക് റോയ്ക്ക് 11,000 ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞെട്ടിയിട്ട് ഞങ്ങൾ ആ പാത്രം കഴുകി വെക്കാന്ന് വിചാരിച്ചു. വയറ് നിറയെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സമൃദ്ധിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ നിങ്ങൾ 10 എത്ര കൊടുക്കും? സമൃദ്ധിയിൽ 9 കൊടുക്കും. ഞാൻ 9 കൊടുക്കത്തുള്ളൂ. റീസൺ എന്താന്ന് വെച്ചാൽ എന്റെ ചിക്കൻ ഫ്രൈ മീൻ പൊരിച്ച് എണ്ണയിലിട്ട് ഉണ്ടാക്കി തന്നെ, അതുകൊണ്ട് 10-9. പക്ഷെ കിട്ടൂല. നൈസ് മക്കളാ.